അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന മരണം വരെ ജീവിതത്തെ ക്രിയാത്മകമാക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തുടക്കത്തിലെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവൻ എപ്പോഴാണ് നടക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവൻ രണ്ട് കാലിൽ നിൽക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്, ആ നൃത്തം ഒന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴാണ്, ആ നൃത്തത്തിന് ശേഷം അവൻ നടക്കുന്നത് എപ്പോഴാണ്, ശേഷം ഓടുന്നത് എപ്പോഴാണ്, ചാടുന്നത് എപ്പോഴാണ്, ഇതൊക്കെയാണ് അവൻ്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായിക്കൊണ്ട് പലരും വിലയിരുത്താറുള്ളത്. ഒരു കുട്ടി തന്നെ അവൻ വളരുമ്പോൾ അവൻ നടക്കുക അല്ലെങ്കിൽ രണ്ടു കാലിൽ നിൽക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നുണ്ട് എങ്കിൽ ഇത് തന്നെയാണ് അവൻ വലുതാവുമ്പോൾ അവനൊരു യുവാവുന്ന സമയത്ത് അവൻ രണ്ട് കാലിൽ നിൽക്കുന്നുണ്ടോ, അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ അവന് കഴിയുന്നുണ്ടോ, അവൻ സ്വാശ്രയനായി ജീവിക്കാൻ അവന് കഴിയുന്നുണ്ടോ എന്നെല്ലാം പലപ്പോഴും പലതിൻ്റെയും മാനദണ്ഡമായി നമ്മൾ നിശ്ചയിക്കാറുള്ളത്. ഇതേ ഒരു വിഷയം തന്നെയാണ് പ്രായമായ ആളുകളും പലപ്പോഴും പറയാറുള്ളത്. എനിക്ക് എൻ്റെ രണ്ട് കാലിൽ നിൽക്കണം, എങ്ങാനും വീണ് കഴിഞ്ഞാൽ പോയി, പിന്നെ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി, എന്നെ മറ്റു പലരും നോക്കേണ്ടി വരും എന്ന് പ്രായമായ ആളുകൾ പലപ്പോഴും പറയും, നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൽ വലിയ ചില മെസ്സേജുകൾ നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ പ്രായമായ ആളുകൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഉണർത്താനുള്ളത്. രണ്ട് കാലിൽ നിൽക്കുക എന്നത് അല്ലെങ്കിൽ സ്വാശ്രയനായി മാറുക എന്നത് മനുഷ്യൻ്റെ വളർച്ചയിലുടനീളം അവന് നിർണായകമാണ് എന്നതുപോലെ തന്നെ പ്രായമാവുമ്പോഴും രണ്ട് കാലിൽ നിൽക്കാൻ അല്ലെങ്കിൽ പരാശ്രയമുക്തരായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ചില ബോധപൂർവമായ ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടതുള്ളത്. വാർദ്ധക്യത്തിലെത്തിയ ആളുകളോടും വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ കൂടെയുള്ളവരോടുമൊക്കെയായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 56 കഴിഞ്ഞ് റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ ചില ആളുകൾ അവരുടെ സമീപനം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവുക, വീട്ടിൽ ഒറ്റയ്ക്ക് ചടഞ്ഞുകൂടിയിരിക്കണം. ഞാൻ ഇത്രയും കാലം ജോലിയും കാര്യമൊക്കെ ചെയ്തു, നാടിനെ സേവിച്ചു, കുടുംബത്തെ സേവിച്ചു, എനിക്ക് കുറേ അധ്യാപകരാണെങ്കിൽ വിദ്യാർത്ഥികളുണ്ടായി, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി കുറച്ച് വിശ്രമകാലമാകാം, ഇത്രയും കാലമൊക്കെ കുറേ പണിപ്പെട്ടില്ലേ, ഇനി സ്വന്തം കാര്യം നോക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ മാത്രം മതി, എന്താണോ ഉള്ളത് അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക എന്ന് ഒരു വിശ്രമകാലത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ തിരുത്തണം. പ്രായം എത്ര മുന്നോട്ട് പോയാലും ഇനി വിശ്രമമാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ അവന് സ്വാശ്രയനായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അവന് പലരെയും ആശ്രയിച്ചു കൊണ്ട് പോകേണ്ടി വരും. ഒരു വ്യക്തി നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ രണ്ട് കാലിൽ നിൽക്കണം. ഇതിനർത്ഥം മറ്റുള്ളവരെ തീരെ ആശ്രയിക്കേണ്ടതൊന്നുമല്ല. അവരെ ആശ്രയിക്കാത്ത രൂപത്തിൽ പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയല്ലേ. വിശ്രമജീവിതം എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ ഒരു 50-60 ആകുമ്പോഴേക്കും മൊത്തത്തിൽ ചടഞ്ഞുകൂടുന്ന ഒരു പ്രകൃതി ഒന്ന് വർദ്ധിച്ചു വരികയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ജീവിതത്തിൽ അത് എത്രത്തോളം നമുക്ക് സ്വയം പര്യാപ്തരാവാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്ത് മാതൃക കാണിക്കുന്ന എത്രയോ അധികം ആളുകളുണ്ട്. യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ യൂറോപ്പിലെ പല കാര്യങ്ങളും നമുക്ക് മാതൃകയാക്കാൻ കഴിയാത്തതാണ് എങ്കിലും ചില കാര്യങ്ങളൊക്കെ വളരെ മാതൃകാപരമാണ്. അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, കീമോ മരുന്നുകൾ എടുക്കുവാൻ വേണ്ടി ഓക്സിജൻ സിലിണ്ടറുമായി കൊണ്ട് വീട്ടിൽ നിന്ന് മെട്രോ കയറി കീമോ എടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എത്രയോ രോഗികളെ കാണാൻ കഴിയും. ക്യാൻസർ രോഗികൾ. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഒരുപക്ഷെ കഴിയുമെങ്കിൽ പോലും തനിക്ക് ക്യാൻസർ ആണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവർ ആ മൂലയ്ക്ക് ഒരുപക്ഷെ ആ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അവിടെയുള്ള ആ മരുന്ന് മണത്തുകൊണ്ട് അങ്ങനെ ജീവിതകാലം കഴിച്ചു കൂട്ടുന്ന, മറ്റു പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാലും മാനസികമായി തളർന്നു പോകുന്ന കാഴ്ച നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം. വലിയ മാതൃകകളാണ്. വാർദ്ധക്യത്തിലെത്തിയെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ബോധപൂർവം ചെയ്യാനുള്ള ചില ശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. മരണം വരെ ജീവിതത്തെ ക്രിയാത്മകമാക്കാൻ. എപ്പോഴാണ് മരിക്കുന്നത് അതുവരെ ആരോഗ്യം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, മനസ്സുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്ന രൂപത്തിൽ മാറ്റാൻ നമുക്ക് വേണ്ടത് പ്ലാനിങ് മാത്രമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. നമുക്കറിയാം, ഓരോ ദിവസവും രാവിലെ അദ്കാർ സുബാഹുകളുടെ കൂട്ടത്തിൽ രാവിലെയുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി എന്ന് തുടങ്ങുന്നൊരു പ്രാർത്ഥന. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും രാവിലെ 3 തവണ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നൊരു വിശ്വാസി എന്തായാലും പറയുന്നത്, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹു എനിക്ക് ആഫിയത്ത് നൽകണേ, എനിക്ക് സൗഖ്യം നൽകണമേ, ഫി ബദനി എൻ്റെ ശരീരത്തിൽ, ഫി സമഇ എൻ്റെ കേൾവിയിൽ, ഫി ബസ്വരി എൻ്റെ കാഴ്ചയിൽ, ഈ 3നും എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി അത് മരണം വരെ പ്രാർത്ഥിക്കുന്നുണ്ട്.
അത്രയും കാലം റബ്ബേ എനിക്കിത് സൗഖ്യം നൽകണേ, ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് എൻ്റേതായ രൂപത്തിൽ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്. അതേ അദ്കാർ സുബാഹിൽ വരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. കുറച്ച് വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അതായത് ഞാൻ ചോദിക്കുകയാണ് എന്ത്, അൽ അഫ്വ വൽ ആഫിയത, അഫുവും ആഫിയത്തും മാപ്പും സൗഖ്യം ഞാൻ ചോദിക്കുകയാണ് റബ്ബേ, ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും ഞാൻ ചോദിക്കുകയാണെന്നുള്ള പ്രാർത്ഥനകൾ. ഇങ്ങനെ ഒരു വിശ്വാസി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ചില ശ്രദ്ധ കൂടി, ചില പ്ലാനിങ് കൂടി നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാർദ്ധക്യകാലം, വൃദ്ധരായി മാറുന്ന ആ വാർദ്ധക്യകാലം കൂടി കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. ആ പ്ലാനിങ്ങിൽ വരേണ്ട ചില കാര്യങ്ങൾ, ശാരീരികമായി അവശതകളില്ലാത്ത, ഭയങ്കരമായ പ്രയാസങ്ങളില്ലാത്ത എല്ലാവരും നമ്മൾ ഉണ്ടാക്കേണ്ട, ഒരുപക്ഷെ അവശതയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, ഒരു 70-80 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ചില ഷോർട്ട് ടേം പ്ലാനുകളുണ്ട്, അല്ലെങ്കിൽ ഹ്രസ്വമായ ചില ആസൂത്രണങ്ങളുണ്ട്, അല്ലെങ്കിൽ ലോങ് ടേം ആയിക്കൊണ്ട് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യേണ്ട കുറച്ച് ദീർഘകാലമായിട്ടുള്ള ചില പ്ലാനുകളുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ശാരീരികമായ വിഷയങ്ങളാണ്. പലപ്പോഴും പ്രായമായവർക്ക് വരുന്ന അസുഖങ്ങൾ, അത് ഒന്നിലധികം അസുഖങ്ങളാണല്ലോ. ഷുഗറുള്ള ആൾക്ക് പ്രഷറുണ്ടാവും, പ്രഷറുള്ള ആൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും. ഇങ്ങനെ ഒന്നിലധികം അസുഖങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അത്തരം അസുഖമുള്ള ഒരു വ്യക്തിക്ക് മറ്റെന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രയാസത്തിലാവും. എത്രയോ രോഗികൾ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ന്യൂമോണിയ മറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകളാകുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷണം എന്നുള്ളത് നമുക്ക് നേരത്തെ നടത്താലോ. ഷുഗർ നേരത്തെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് ഒരു എക്സസൈസ് ഒന്നുമില്ലാത്ത വളരെ അലക്ഷ്യമായ ഒരു ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചില കളിയും അല്ലെങ്കിൽ നടത്തവും കാര്യങ്ങളൊക്കെ, എന്തിനാണ് ഈ നടത്തവും കാര്യങ്ങളൊക്കെ ഒരു 50-60 വയസ്സാവാൻ കാത്തു നിൽക്കുന്നത്? എത്ര നേരത്തെ നമുക്ക് തുടങ്ങാം? എത്ര നേരത്തെ നമുക്ക് ഫിസിക്കലി, നമുക്ക് ശാരീരികമായി ക്ഷമതയുള്ള ആളുകളായി മാറാൻ എത്ര നേരത്തെ ശ്രമിച്ചു തുടങ്ങാം? അപ്പം അങ്ങനെയുള്ള ശ്രദ്ധയൊന്നും നടത്താതെ അവസാനം ഒരു രോഗം വരട്ടെ അപ്പോൾ നോക്കാലോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് അപകടമാണ്. നേരത്തെയുള്ള ചില പ്ലാനുകൾ നമുക്ക് വളരെ പ്രധാനമാണ് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ പ്ലാന്, ഒരു വാർദ്ധക്യത്തിൽ എത്താൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 55, 60, 70 വയസ്സാവുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസത്തിനും കൃത്യമായൊരു ചിട്ട ആവശ്യമാണ്. രാവിലെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എഴുന്നേറ്റതിന് ശേഷം ആദ്യത്തെ എൻ്റെ പണി എന്തായിരിക്കും, നമസ്കരിക്കാൻ പോകുന്നത് എപ്പോഴാണ്, തിരിച്ചു വരുന്നത് എപ്പോഴാണ്, രാവിലെ നടത്ത എപ്പോഴാണ് എന്നൊരു ചിട്ട ഓരോ ദിവസവും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉറക്കത്തിൻ്റെ സമയം എത്രയാണ്, അത് എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കും. നമ്മുടെ ഉറക്കമാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയും, അത് എപ്പോൾ എഴുന്നേൽക്കാൻ കഴിയും, അതിൻ്റെ സമയം എപ്പോഴാണ്. ഇനി നമസ്കാരമാണെങ്കിൽ ഓരോ വക്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ ഞാൻ എവിടെ ഉണ്ടാവുക, ഏത് പള്ളിയിലാണ് പോവുക എന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യാൻ ഒരുപക്ഷെ ഒരു തിരക്ക് പിടിച്ചോടുന്നൊരു യുവാവിനേക്കാൾ കുറച്ചുകൂടി സമയമെടുത്ത് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഒരു വാർദ്ധക്യത്തിലെത്തിയ വ്യക്തിക്ക് കഴിയും. ഇങ്ങനെ ഓരോ ദിവസത്തെയും കൃത്യമായൊരു ചിട്ട. അതുപോലെ തന്നെ പ്രധാനമാണ് അവരുടെ ഭക്ഷണ രീതികൾ. നല്ല പച്ചക്കറികളടങ്ങുന്ന, ഇലക്കറികളടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ അവർക്ക് കഴിയും. ഇങ്ങനൊരു ചിട്ട എല്ലാ വിഷയത്തിലും, സാമ്പത്തികമായ അച്ചടക്കത്തിലുമൊക്കെ ഒരു വാർദ്ധക്യത്തിൽ എത്താൻ പോകുന്നൊരു വ്യക്തിക്ക്, ഞാൻ പറയുന്നത് ഒരു 70-80 വയസ്സെത്തുന്ന ആ പ്രായമായിട്ട് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 40, 45, 50 വയസ്സ് കഴിയുമ്പോൾ തന്നെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 20 കൊല്ലം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആയുസ്സുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പ്രായത്തിൽ എത്തേണ്ടതാണല്ലോ, അപ്പോൾ ചെയ്യേണ്ട ചില മുൻകരുതലുകൾ ഇപ്പോൾ തന്നെ ഞാൻ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ കുറേ എനിക്ക് വെളിച്ചം ലഭിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യാൻ അവർക്ക് കഴിയണം. ഇതേ രൂപത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയുന്ന ചില കാര്യങ്ങൾ എന്നുള്ളത്, വാർദ്ധക്യകാലം എന്നത് അതൊരു അനുഗ്രഹമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അനുഗ്രഹമാണല്ലോ, അതുപോലെ വാർദ്ധക്യവും ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ശാരീരികമായി പല പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവും. മുട്ടുവേദന നല്ലോണം ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ശാരീരികമായി ഒന്നിനൊരു ഒരു ഉണർവുണ്ടാവില്ല. മനസ്സിൽ പലതും ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും ചെയ്യാൻ കഴിയില്ല. നോമ്പ് നോൽക്കാനൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, നമസ്കരിക്കാൻ പോലും പ്രയാസമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നും നമ്മുടെയൊക്കെ പള്ളികൾ ജമാഅത്ത് വരുമ്പോൾ ഏറ്റവും മൂലയിൽ കസാരയിലിരിക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും. അവരൊക്കെ പ്രയാസം അനുഭവിക്കുന്ന വാർദ്ധക്യത്തിൽ എത്തിയ ആളുകളാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ആ വാർദ്ധക്യത്തിലെത്തിയ വ്യക്തി അവൻ നമ്മളാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ യുവത്വത്തിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ കൂലി എനിക്ക് ആ ഒരു പ്രവർത്തനത്തിന് കിട്ടിയേക്കാം. ഞാൻ യുവത്വത്തിൽ ഒരു യുവാവായിരിക്കും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നമസ്കാരമായിരിക്കും ഇപ്പോൾ ഈ കസാരയിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അതിനുപോലും കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ കിടപ്പറയിൽ കട്ടിലാണെങ്കിൽ പോലും അതിന് വലിയ പ്രതിഫലം ഉണ്ടായേക്കാം എന്ന നീയത്തിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്.
കാരണം നമുക്കൊരുപക്ഷെ ആവതുണ്ടെങ്കിൽ, നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുമല്ലോ, ഒന്നാം സഫിൽ നിൽക്കുമല്ലോ. കഴിയാത്തത് കൊണ്ടല്ലേ, ഇത് അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന നിയത്തിൽ ഇഖ്ലാസോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അതേ കൂലി അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ കൂലി നമുക്ക് ലഭിക്കുമായിരിക്കും എന്ന കാര്യം തിരിച്ചറിയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും അവന് പ്രതിഫലം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇതൊക്കെ അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. മറ്റൊരു ചിന്ത പലർക്കും ഉണ്ടാകുന്നത്, ശാരീരികമായി എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ, വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ എല്ലാം തീർന്നു, ഇനി എന്നെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മേക്കാൾ താഴെ ഒരുപക്ഷെ നമ്മളെക്കാൾ ഏറെ പ്രായമുള്ള എത്രയോ അധികം ആളുകൾ, 80കളും 90കളും ഒക്കെ കഴിഞ്ഞ ആളുകൾ, അവരിപ്പോഴും നമസ്കരിക്കുന്നുണ്ട്. അവരുടെ ഇബാദത്തുകളൊക്കെ ഏറ്റവും ചിട്ടയായി കൊണ്ടുപോകുന്ന എത്രയോ അധികം ആളുകൾ, 90കളിൽ കഴിഞ്ഞ എത്ര ആളുകളുണ്ട്. അവർക്കൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മുട്ടുവേദന വരുമ്പോഴേക്കും നമ്മളെല്ലാം കഴിഞ്ഞു തീരുമാനിക്കുകയാണ്. സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. എത്ര വലിയ രോഗമാണ് അദ്ദേഹത്തിന് പിടിപെട്ടത്, എത്ര വർഷമാണ് പ്രയാസം അനുഭവിച്ചത്. അത്രയും വലിയ പ്രയാസം നമുക്കില്ലല്ലോ. അതുകൊണ്ട് വാർദ്ധക്യം എന്നത് പലപ്പോഴും പറയാറുണ്ട് ജീവിതത്തിൻ്റെ മനോഹരമായൊരു സായാഹ്നമാണെന്നുള്ളത്. ജീവിതത്തിലൊരു മനോഹരമായ സായാഹ്നമാണ്. നമ്മൾ പലപ്പോഴും സൺറൈസ് കാണാൻ പോയതിനേക്കാൾ സൺസെറ്റ് അല്ലെങ്കിൽ സായാഹ്നം കാണാൻ പലപ്പോഴും ബീച്ചുകളിലേക്ക് പോകാറുണ്ട്. അത്രമേൽ മനോഹരമാണ് സായാഹ്നം. ജീവിതത്തിൻ്റെ സായാഹ്നവും വാർദ്ധക്യമായിരിക്കെ അതിനെ മനോഹരമാക്കി കാണാൻ നമ്മുടെ മനസ്സിനെ മാറ്റിയാൽ തന്നെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മുടെ വാർദ്ധക്യത്തെ മാറ്റാൻ ശ്രദ്ധിക്കേണ്ട, ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, വാർദ്ധക്യത്തിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഫിത്നകളെ ഭയപ്പെടണം. ഒരുപക്ഷെ ഒരുപാട് തിന്മകൾ ഒരു വാർദ്ധക്യത്തിൽ എത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന 2 പ്രശ്നങ്ങളെ പറ്റി അള്ളാഹു റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് ഐഹികതയോടുള്ള ഇഷ്ടമാണ്. ഫിഹുബ്ബു ദുനിയ, അവന് ദുനിയാവിനോടുള്ള ഭയങ്കരമായൊരു അടങ്ങാത്ത ഇഷ്ടം അവന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വതൂലിൽ അമൽ, അവന് ദീർഘായുസ് ഉണ്ടാവാനുള്ള ഒരു ആഗ്രഹവും പലപ്പോഴും ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ ഐഹികതയോടുള്ള ഇഷ്ടം, ഭൗതികതയോടുള്ള ഒരു ഇഷ്ടം എന്നത് അത് നമ്മളെ പലപ്പോഴും പല തിന്മകളിലേക്കും എത്തിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹു റസൂൽ പറഞ്ഞതാണ്, അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഇലാ സബഈൻ, 60നും 70നും ഇടയ്ക്കാണ് എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് എന്നുള്ളത്. അതറിഞ്ഞിരിക്കെ പിന്നെയും ഒരുപാട് ആയുസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി കുറേ സമ്പാദിച്ച് ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ഓടുന്ന അവരെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ആയുസ് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. അതൊരുപക്ഷെ നേരത്തെ അവസാനിക്കേണ്ടതായിരുന്നു. ഇല്ല, അള്ളാഹു എനിക്ക് നീട്ടിത്തന്നു എങ്കിൽ ഈ നീട്ടിക്കിട്ടിയ സമയമുണ്ടല്ലോ, അത് പൂർണ്ണമായും അതെൻ്റെ മരണത്തിലേക്ക് അടുക്കുന്ന സമയമാണ്. അത് പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള, തിരുത്തേണ്ടതൊക്കെ തിരുത്തി, മാറ്റേണ്ടതൊക്കെ മാറ്റി, കൂടുതൽ ഇബാദത്തുകൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് ചിന്തിക്കാനാണ് ഒരു ബുദ്ധിയുള്ള വിശ്വാസി ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ശ്രദ്ധയാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, പലപ്പോഴും വാർദ്ധക്യത്തിലെത്തിയ വ്യക്തികൾക്ക് സംഭവിച്ചു പോകുന്നൊരു അപകടം എന്നുള്ളത് വാർദ്ധക്യത്തിലെ തിന്മകളാണ്. പല തിന്മകളും അത്രമേൽ ഗൗരവകരമല്ലാതെ കാണുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. അള്ളാഹു റസൂൽ ഹദീസിൽ പറഞ്ഞിരുന്നുണ്ട്, സലാസത്തു ലാ യുക്കലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം. അള്ളാഹു 3 കാര്യങ്ങൾ പറഞ്ഞ് 3 കാര്യങ്ങളുള്ള ആളുകൾ അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല, ഖിയാമത്ത് നാളിൽ അവർ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി പറഞ്ഞത് വൃദ്ധനായ വ്യഭിചാരി എന്നുള്ളതാണ്. ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വാർദ്ധക്യകാലത്തും നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ ഒരുപക്ഷെ 60-70 കഴിഞ്ഞ ചില വൃദ്ധന്മാർ വീട്ടിൽ നിന്ന് ഈ ഇടയ്ക്ക് പോലും ഒരു മരുമകൾ പറഞ്ഞ ഫീഡ്ബാക്ക് കേട്ടു. മരുമകൾ പറയാണ്, തൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയിൽ നിന്നും ഒരിക്കലും കാണാൻ കഴിയാത്ത ചില കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പ്രായം എത്തിയിട്ട് പോലും അദ്ദേഹം അത് കാണുന്നു എന്നത് വളരെ അതിശയത്തോടു പറയുന്ന അനുഭവം കേൾക്കാൻ കഴിഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ടത്, വാർദ്ധക്യത്തിൽ ഇത്തരത്തിലുള്ള വ്യഭിചാരം എന്നുള്ളത് അത് ഫിസിക്കലി ചെയ്യുന്നൊരു വ്യഭിചാരം മാത്രമല്ലല്ലോ. അള്ളാഹു റസൂൽ പറഞ്ഞു തന്നിട്ടില്ലേ, നമുക്ക് നോട്ടത്തിൽ വ്യഭിചാരമുണ്ട്, കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്. ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ അനാവശ്യമായൊരു കാഴ്ച, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കേണ്ട, എപ്പോഴാണ് മരണം നമുക്കറിയില്ല, അങ്ങനൊരു സാഹചര്യത്തിൽ തിന്മകൾ വരിക എന്നത് ഗൗരവത്തിൽ നമ്മൾ കാണണം. നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് ഏത് പ്രായത്തിലും ഗുരുതരമാണ്. പക്ഷേ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം വിഷയങ്ങൾ ഒരിക്കലും ഒരു അപകടം പറ്റിയ, പിഴവ് സംഭവിക്കുന്ന ആളുകളായി, അശ്ലീലതകളിലും മറ്റ് വിഷയങ്ങളൊന്നും ശ്രദ്ധയില്ലാത്ത ആളുകളായി മാറാൻ നമ്മൾ പാടില്ല. അതുപോലെ തന്നെ അനാവശ്യമായ മെസ്സേജിങ് ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് അനാവശ്യമായി സമയം ചെലവഴിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ വാർദ്ധക്യകാലം എന്നത് അത് തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, ഹിഫ്ളാക്കാൻ, അതൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാനുള്ള ചില ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വാർദ്ധക്യത്തെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വാർദ്ധക്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ മനോഹരമായ സായാഹ്നമാക്കി മാറ്റാൻ കഴിയും. ആ സായാഹ്നം എന്നുള്ളത് ഒരുപക്ഷെ ജീവിതത്തിന് തുടക്കകാലത്തേക്കാൾ ഏറെ മനോഹരമായി നമ്മളൊരുപക്ഷെ കാണാൻ ആഗ്രഹിക്കുന്ന, നമുക്ക്
പിന്നോട്ട് നോക്കുമ്പോൾ വലിയ രൂപത്തിൽ നമുക്ക് തൃപ്തി ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുമ്പോൾ നമുക്ക് അള്ളാഹുവെ ഞാൻ ഇന്ന കാര്യങ്ങൾ എൻ്റെ വാർദ്ധക്യത്തിൽ എത്തിയിട്ട് പോലും എൻ്റെ ജീവിതത്തെ കൂടുതൽ ക്രിയാത്മകമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് റബ്ബേ. എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ എൻ്റെ ശരീരം സമ്മതിക്കാത്ത സമയത്ത് പോലും എൻ്റെ മനസ്സിനെ കൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അതല്ലാതെ മാറി നിന്ന് എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് പരാതികളും പരാധീനതകളും നെഗറ്റീവുകളും മാത്രം പറയുന്ന ആളുകളിൽ നിന്ന് മാറി നിന്ന് കൂടുതൽ ക്രിയാത്മകമാകാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.